ഇത്രയും കാലം എവിടെയായിരുന്നു? ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ വീഡിയോസ് ഇടാതിരുന്നിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതായത് ഏകദേശം ഒരു 3 ആഴ്ചയോളം ഞാൻ വീഡിയോസ് ഇട്ടുന്നില്ല. എനിക്ക് കൊറോണ പിടിപെട്ടു. ഇപ്പം ഞാൻ റിക്കവർ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വന്നത്. ഇപ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട്. അതായത് നമ്മളൊരു കമ്പനി ദത്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇമെയിൽ അയച്ച് ഇങ്ങോട്ടാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എന്തെല്ലാം ട്രിക്സ് ആൻഡ് ടിപ്സാണ് ചെയ്യേണ്ടത് നിങ്ങളൊരു സ്പോൺസർഷിപ്പിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു റിവ്യൂ യൂണിറ്റ് കിട്ടാനായിട്ട് എന്തെല്ലാം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ട്രിക്സ് എന്ന് എന്തുകൊണ്ടെങ്കിലും വിളിക്കാം. ഞാൻ ചെയ്തത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് ഞാൻ എടുത്തു പറയുന്നു. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കും ഒരു റിവ്യൂ യൂണിറ്റ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളെയും ഒരു കമ്പനി ദത്തെടുക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്കും കാണും. അതായത് നമ്മൾ ഒരുപാട് ഫേമസ് യൂട്യൂബേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവ്യൂ പ്രോഡക്റ്റ് കമ്പനി നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് പതിവ്. ബട്ട് ഇവിടെ എൻ്റെ കേസിൽ mivi എന്ന് പറയുന്നത് എനിക്ക് പർച്ചേസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അവരുടെ ആമസോൺ സ്റ്റോറിൽ നിന്ന് തന്നെ, അതായത് ആമസോൺ സ്റ്റോറിൽ നിന്ന് തന്നെ അവർ ഇത് പർച്ചേസ് ചെയ്ത് എനിക്ക് തരികയാണ് ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെയും ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പിനെ അർഹനാക്കാൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോ തന്നെയാണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ് നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ആദ്യത്തെ കാര്യം. എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എല്ലാം ടെക് ചാനലാണ്. എൻ്റെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്, പ്ലസ് ഗെയിമിങ്ങും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ, അതായത് ബോട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോയി കാണുക. ഞാൻ ലിങ്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസും നോക്കുക. 6000ഓളം വ്യൂസ് അതിനിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 6000ഓളം വ്യൂസ് തന്നെയാണ് എന്നെ ഈ ഒരു സ്പോൺസർഷിപ്പിന് അർഹനാക്കാൻ കാരണമായത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും ഭയങ്കരമായിട്ട് ബോധർ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ കൗണ്ടാണ്. ബട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സബ്സ്ക്രൈബർ കൗണ്ടല്ല, പകരം വ്യൂസാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സബ് കിട്ടും, നിങ്ങളെ കണ്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ. അപ്പോൾ വ്യൂസിനാണ് പ്രാധാന്യം. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആവാനുള്ള മിനിമം അവർ വെച്ചിരിക്കുന്ന ഡെഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബും അതോടൊപ്പം തന്നെ 4000 വാച്ച് അവറുമാണ്. ഇപ്പം വ്യൂസിൻ്റെ എണ്ണം കൂടിയാൽ മാത്രമേ നമുക്ക് ഈ വാച്ച് അവർ എന്ന് പറയുന്നൊരു സംഭവം കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ 2-3 വീഡിയോസ്, ഒന്ന് മൈജിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈജിയുടെ അവരുടെ വിർച്വൽ ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു വീഡിയോ, അതും ഒരുവിധം നല്ല വ്യൂസ് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ISLൻ്റെ ഒരു ടെക് വീഡിയോ, അതായത് ISL കാണാനായിട്ട് ഉള്ള ഒരു കുറച്ച് ആപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ആദ്യ വീഡിയോ ആയ ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന വീഡിയോയ്ക്കും നല്ല വ്യൂസ് വന്നു. അപ്പോൾ ഈ വ്യൂസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അവർ എന്നെ നിർണ്ണയിച്ചത്. എനിക്ക് ഇങ്ങനെ ഒരു സ്പോൺസർ യൂണിറ്റ് തരാം, ഒരു റിവ്യൂ യൂണിറ്റ് തരാം എന്നവർ നിർണ്ണയിച്ചത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്പോൺസേഴ്സിനെയും അതേപോലെ തന്നെ വെളിയിലെ കമ്പനീസിൻ്റെ റിവ്യൂ യൂണിറ്റിനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടാനായിട്ടുള്ള കാരണം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത് ഇതൊരു ഇത്രയും വ്യൂസൊക്കെ എത്തിച്ചത്, അതിന് വേണ്ടി ഞാൻ ചെയ്ത എന്തെല്ലാം ടിപ്സാണ്, ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഈ പറയുന്ന പ്രോഡക്റ്റെല്ലാം ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പം സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒന്നെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പുതിയ പ്രോഡക്റ്റുകൾ മേടിക്കുമ്പോൾ അവരുടെ അടുത്ത് പറയണം നമുക്കൊന്ന് തരണം, നമ്മളൊന്ന് അൺബോക്സ് ചെയ്തിട്ട് തരാമെന്ന്. ഞാനും അങ്ങനെയാണ് ചെയ്തത്. കൂടിയ ഫോൺസുകളെല്ലാം തന്നെ എൻ്റെ ഫ്രണ്ട്സ് മേടിച്ച ഫോൺസുകളാണ്. അപ്പോൾ ആ ഫോൺസുകളാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് പുതിയ പ്രോഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കും. ബിഗിനർ എന്നുള്ള നിലയിൽ എനിക്കത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ടൈം എടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീഡിയോ തീരെ മോശമാണെങ്കിൽ നിങ്ങളുടെ എത്ര ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും നിങ്ങളത് സബ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ, ബട്ട് അയാളുടെ വീഡിയോ ഒരു അപാരപ്പൊളിയാണ് എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് സബ് ചെയ്യും. അപ്പോൾ കണ്ടൻറ്റാണ് മുഖ്യം. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല, നമ്മൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ടി വരും ചില സമയം. ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടെക്ക് മാത്രമായിട്ട് എൻ്റെ ചാനലിനെ ഒതുക്കി എന്നുള്ളതായിരുന്നു. കാരണം ടെക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റിവ്യൂ, അൺബോക്സിങ്, പിന്നെ ടെക് ഡീറ്റെയിൽസ്, ടെക് ന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റിവ്യൂ അൺബോക്സിങ്ങുമാണ് മെയിൻ ഹൈലൈറ്റ്.
അതാണ് നമുക്ക് വ്യൂസ് കൂട്ടുന്നത്. അപ്പോൾ ഈ വ്യൂസ് കൂട്ടാനായിട്ടുള്ള മെയിൻ കണ്ടൻറ്റായ ഈ ഒരു റിവ്യൂ ആൻഡ് അൺബോക്സിങ് എന്ന് പറയുന്ന ഈ 2 സെക്ഷനിൽ നമുക്ക് പ്രോഡക്റ്റ് അത്യാവശ്യമാണ്. ബട്ട് ഇപ്പോൾ അറിയാം ഇലക്ട്രോണിക് പ്രോഡക്റ്റിന് എല്ലാം തന്നെ നല്ല റേറ്റാണ്, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് കണ്ടൻറ്റ് ക്ഷാമം വളരെയധികം വന്നായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ചാനൽ തുടങ്ങാൻ നേരത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി കണ്ടൻറ്റ് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിരിക്കണം നിങ്ങളുടെ ചാനലിന് വേണ്ടി എടുക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മെയിനാണ്. കാരണം ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസും സബും എല്ലാം കൂടുകയുള്ളൂ. ഡെയിലി വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ് വീഡിയോ അല്ല നിങ്ങൾ ഇടേണ്ടത്. നിങ്ങളുടെ ഒരു ക്വാളിറ്റി വീഡിയോ എത്രത്തോളം വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക, അത്രയും ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ ഈ ഒരു ബോട്ടിൻ്റെ വീഡിയോ ആയിരുന്നാലും ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് സാധിക്കാതെ വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂസ് കുറഞ്ഞിട്ടുള്ളതെന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ടിപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ നിർണ്ണയിക്കണം, അതിൻ്റെ ബൗണ്ടറി നിങ്ങൾ നിർണ്ണയിക്കണം. നിങ്ങളിപ്പോൾ ഒരു റിവ്യൂ ചാനൽ, അതായത് മൂവി റിവ്യൂ ചാനലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്നും റിവ്യൂ ഇടാനായിട്ട് ഓരോ ടോപ്പിക്ക് കാരണം ഓരോ ദിവസമേ ഓരോ ലാംഗ്വേജിൽ ഓരോ ഫിലിംസോ സീരീസോ എന്തെങ്കിലും ഇറങ്ങുന്നുണ്ടാവും. അതുമാത്രമല്ല ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റും. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എടുത്ത ടെക്കാണ്, എനിക്കറിയാമായിരുന്നു ടെക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ബട്ട് എനിക്കതിനോട് അതൊരു ക്രൈസും ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങിയത്. ഓക്കെ, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബട്ട് ഹാപ്പി. ആ സ്ട്രഗിളിലും ഒരു സന്തോഷമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, കണ്ടൻറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളതാണ്. ഡെയിലി വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇതുപോലത്തെ ടെലഗ്രാം, ഇതുപോലത്തുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനകത്ത് ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, പേജുകൾ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ വീഡിയോയുടെ കണ്ടൻറ്റ്, ഷോർട്ട് വീഡിയോസുകൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് യൂട്യൂബ് തന്നെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് വീഡിയോസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഷോർട്ട് വീഡിയോസ് ഞാൻ ആദ്യകാലങ്ങളിൽ ചെയ്യാതിരുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് വീഡിയോസ് യൂട്യൂബ് പുതുതായിട്ട് ഇറക്കിയതാണ്. നമ്മൾ റീൽസൊക്കെ പോലെ, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ, ടിക്ടോക്കൊക്കെ പോലെ ഒരു 30 സെക്കൻഡിനകത്ത് നമുക്ക് ഒരു ബ്രീഫ് വീഡിയോ, നമ്മുടെ ഒരു ഐഡിയ കൊണ്ടുവരാനായിട്ട് ആ ഒരു കണ്ടൻറ്റിൽ പറ്റും. ഇത് ഒരുപാട് പേരിലേക്ക് റീച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഓഫ് കോഴ്സ് ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസോ അങ്ങനെയുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സൊന്നും യൂട്യൂബിൻ്റെ അത് കിട്ടില്ല. അതൊക്കെ നിങ്ങളൊരു അവരുടെ ഒരു ടാർഗറ്റ് നിങ്ങൾ ഒരു സബിൻ്റെ അക്കൗണ്ടിലും ബാക്കിയുള്ള കാര്യത്തിൽ കടന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാരണവശാലും സബ് ഓർ സബ്ബോ, അതായത് നിങ്ങൾ എന്നെ സബ് ചെയ്യും, ഞാൻ നിന്നെ സബ് ചെയ്യാം, സബ് ഫോർ സബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ ഒരു വീഡിയോ കാണാതെ സബ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പാം ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അതൊരിക്കലും ഒരു കൗണ്ടായിട്ട് എടുക്കത്തില്ല യൂട്യൂബിൻ്റെ അകത്ത്. സോ നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് യൂട്യൂബിൽ ചെയ്യാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. കുറച്ച് വർക്ക് ചെയ്യുക, എഫേർട്ട് എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങളെയും ഏതെങ്കിലും ഒരു കമ്പനി ശ്രദ്ധിക്കുകയും നിങ്ങളെയും അവർ സ്പോൺസർ ചെയ്യുകയും അവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ റിവ്യൂ യൂണിറ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെ അവർ കോൺടാക്ട് ചെയ്തത് മെയിൽ വഴിയായിരുന്നു. മെയിൽ വഴി ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു. അതിനുശേഷം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു. അവരെനിക്കൊരു ടോക്കൺ നമ്പർ തന്നു. ആ ടോക്കൺ നമ്പറിന് വേണ്ടി ഞാൻ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും യൂട്യൂബ് ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടംപോലെ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവരെയൊക്കെ നോക്കാം. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുകയാണ്. എനിക്ക് ഒരു അച്ചീവ്മെൻറ്റ് എത്തിച്ചു തന്നതിന്. ഒരു സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനിങ് ആണ്, എനിക്കറിയാം. സോ അത് എന്നിരുന്നാലും വലിയൊരു താങ്ക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ബിഗ് താങ്ക്സ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.